വരും കുട്ടികളെ, നമുക്ക് CBSE ക്ലാസ്സിലെ ക്ലാസ് 5-ലെ ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കാം. അതായത് ഒരു സംഖ്യ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ച് എഴുതുന്നതും ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ചും എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം വിശദമായിട്ട്. അതിനായിട്ട് ഒരു സംഖ്യ എടുത്തിട്ടുണ്ട്. 2,15,73,564 എന്ന് പറഞ്ഞ ഒരു സംഖ്യ. ഈ സംഖ്യയുടെ പ്ലേസ് തിരിക്കണത് നമുക്ക് ചെറിയ ക്ലാസ് മുതൽക്ക് അറിയാം അല്ലേ. അപ്പോൾ നമുക്കറിയാം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1s പ്ലേസിൽ, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10s പ്ലേസിൽ, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പ്ലേസിൽ, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പ്ലേസിൽ, 7 എന്ന് പറഞ്ഞാലോ 10,000 പ്ലേസിൽ, 5 lakh പ്ലേസിൽ, 1 10 lakh പ്ലേസിൽ, 2 എന്ന് പറഞ്ഞാൽ crore പ്ലേസിൽ. ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് അനുസരിച്ച് എഴുതുന്നത്. ഇനി നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സംഖ്യ കോമയിട്ട് തിരിച്ച് എഴുതുന്നത് അല്ലേ. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ച് ഓരോ പീരീഡ് അനുസരിച്ചിട്ടാണ് കോമ ഇടുക. അതായത് 1s എന്ന് പറഞ്ഞാൽ ഒരു പീരീഡിലാണ് 564 എന്ന് പറഞ്ഞാൽ ഈ 3 സംഖ്യയും പെടുന്നത്. ഇനി 1000 എന്ന് പറഞ്ഞ പീരീഡിലാണ് 73 എന്ന് പറഞ്ഞാൽ ഈ സംഖ്യ പെടുന്നത്. ഇനി ലാക്ക് എന്ന് പറഞ്ഞ പീരീഡിലാണ് 15 എന്ന് പറഞ്ഞാൽ ഈ സംഖ്യ പെടുന്നത്. അതായത് ക്രോർ എന്ന് പറഞ്ഞ പീരീഡിലാണ് 2 എന്ന് പറഞ്ഞാൽ ഈ സംഖ്യ പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പീരീഡിനനുസരിച്ചിട്ടാണ് ഈ സംഖ്യയിൽ കോമ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 1s എന്ന പീരീഡിൽ 564 അല്ലേ. അപ്പോൾ 564 കഴിഞ്ഞ് കോമ ഇടുക. 1000 എന്ന് പറഞ്ഞ പീരീഡിൽ ഏതൊക്കെയാണ് 73. അപ്പോൾ 73 കഴിഞ്ഞ് കോമ ഇടുക. ലാക്ക് എന്ന് പറഞ്ഞാൽ ഇതിലേതാ 15 അല്ലേ. അപ്പോൾ 15 കഴിഞ്ഞിട്ട് കോമ ഇടുക. ഇങ്ങനെയാണ് ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ചിട്ട് കോമയിട്ട് ഒരു സംഖ്യ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾക്കത് എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. 2 എന്ന് പറഞ്ഞത് ക്രോർ പ്ലേസിലല്ലേ. അപ്പോൾ ഇത് 2 crore, 15 lakh പ്ലേസിലാണല്ലേ. അപ്പോൾ ലാക്ക് 15 lakh. 73 എന്തുവാ 1000, 73,564 എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വായിക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് ഫുൾ വായിക്കണേ 2 crore, 15 lakh, 73,564. ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ അടുത്തൊരു സംഖ്യ എടുത്തിട്ടുണ്ട്. ആ സംഖ്യ നമുക്ക് എങ്ങനെ കോമയിട്ട് തിരിക്കണമെന്ന് നോക്കാം. അപ്പോൾ 1s പ്ലേസിൽ 256 അല്ലേ 1s പീരീഡിൽ, 1000 പീരീഡിലോ 80, ലാക്ക് പീരീഡിലോ 53. ഇതെങ്ങനെ വായിക്കണേ 8 crore, 53 lakh, 80,256. ഇത് വായിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ച്. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ നമ്പേഴ്സ് എങ്ങനെയാണ് തിരിച്ചെഴുതുന്നതെന്ന് നോക്കാം. ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ചിട്ട് 1s എന്ന് പറഞ്ഞ പീരീഡിൽ 136 എന്ന് പറഞ്ഞ സംഖ്യ വരും. അതായത് 1s പ്ലേസിലെ, 10s പ്ലേസിലെ, 100 പ്ലേസിലെ സംഖ്യകൾ വരും. ഇനി 1000 എന്ന് പറഞ്ഞ പീരീഡിൽ 1000ഉം 10,000ഉം 100,000ഉം വരും. 3 സംഖ്യകൾ വരും. അടുത്തതിന് ശേഷം ലാക്ക് പീരീഡ് അല്ല, ഇതിൽ അതിന് പകരം മില്യൺ എന്ന് പറഞ്ഞ പീരീഡാണ്. ഒരു സംഖ്യ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് തിരിച്ചെഴുതാം. അപ്പോൾ പീരീഡ്സിൽ 1s പീരീഡിലാണ് 136 വരുന്നത്. 1000 എന്ന് പറഞ്ഞ പ്ലേസിലാണ് പീരീഡിലാണ് 205 എന്ന് പറഞ്ഞ സംഖ്യ വരുന്നത്. അടുത്തത് 4 എന്ന് പറഞ്ഞ സംഖ്യ മില്യൺ എന്ന് പറഞ്ഞ പീരീഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സംഖ്യ എങ്ങനെ കോമയിട്ട് തിരിക്കാമെന്ന് നോക്കാം. ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ചിട്ട് ഓരോ 3 സംഖ്യ കഴിഞ്ഞിട്ടും കോമയിട്ട് തിരിക്കും. അതായത് 136 1s പീരീഡിലാണ്, അത് കഴിഞ്ഞാൽ കോമയിട്ട്. അതിനുശേഷം 1000 എന്ന് പറഞ്ഞ പീരീഡിലാണ് 205 വരുന്നത്. അങ്ങനെ ഓരോന്നും 3 സംഖ്യകൾ കഴിഞ്ഞിട്ട് കോമയിട്ട് തിരിക്കും ഇതിൽ. അപ്പോൾ നമുക്കിത് ഈ സംഖ്യ എങ്ങനെ വായിക്കാം എന്ന് നോക്കാം ഈ സിസ്റ്റം അനുസരിച്ചിട്ട്. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ എന്താ മില്യൺ എന്ന് പറഞ്ഞ പീരീഡിലാണ്. അപ്പോൾ 4,205,000 അതെന്താ 1000 പീരീഡിലാണല്ലേ 205,000. അത് കഴിഞ്ഞിട്ട് 136. അത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 4,205,000
136. അടുത്തൊരു സംഖ്യ അതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ തിരിക്കാൻ നോക്കാം. 3 സംഖ്യകൾ കഴിഞ്ഞിട്ട് കോമിടുക അല്ലേ. ഇൻ്റർനാഷണൽ സിസ്റ്റം അനുസരിച്ച് 3 സംഖ്യകൾ കഴിഞ്ഞിട്ട് കോമിടുക. അപ്പോൾ ഇതെങ്ങനെ വായിക്കാൻ നോക്കാം. 3 എന്ന് പറഞ്ഞാൽ എന്താ, മില്യണിൻ്റെ പീരീഡിലാണ്. അപ്പോൾ 3,245 എന്താണ്, 1000 പീരീഡിലല്ലേ, 245,524. അപ്പോൾ ഇതിങ്ങനെയാണ് വായിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഇനി അതിനുശേഷം ഇത് ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ചിട്ടുള്ളതാണ്. ഇത് ഇൻ്റർനാഷണൽ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ചിട്ടുള്ളതാണ്. ഇവിടെ 10,000 വരെ രണ്ടിലും തുല്യം തന്നെയാണ്. പക്ഷേ ലാക്ക് പ്ലേസിലോ 100,000 ആണ് വരുന്നത്. അപ്പോൾ 1 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000 ആണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷനിൽ. ഇനി അതുപോലെ തന്നെ 10 lakh എന്ന് പറഞ്ഞാണ് മില്യൺ, 10 million എന്ന് പറയുന്ന ക്രോ. അപ്പോൾ മനസ്സിലായാലോ നിങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.